ലോക്സഭയിലും നിയമസഭകളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 2029 മുതൽ വനിതകൾക്ക് 33% സംവരണം നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് കടുക്കുന്നു. 16 മുതൽ 3 ദിവസം ഇരു സഭകളും വനിതാ സംവരണ ബില്ലുകൾ പരിഗണിക്കും. ബില്ലുകൾക്ക് പിന്തുണ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലെ ഇരുസഭകളിലെയും കക്ഷി നേതാക്കൾക്ക് കത്തയച്ചു. 2029 നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം അനിവാര്യമെന്നാണ് പ്രധാനമന്ത്രിയുടെ കത്തിലുള്ളത്. എന്നാൽ വനിതാ സംവരണത്തിനൊപ്പമുള്ള മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് ഒരു വിവരവും വെളിപ്പെടുത്താതെയാണ് പ്രധാനമന്ത്രി സഹകരണം തേടുന്നതെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് ആവർത്തിച്ചു. അതേസമയം ഏറെക്കുറെ എല്ലാ പാർട്ടികളുമായി സർക്കാർ കൂടിയാലോചന നടത്തിയെന്നും ഇനിയും കൂടിയാലോചനകൾക്ക് സർക്കാർ സന്നദ്ധമാണെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖർഗെയ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 ആയിരുന്നത് 816 വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നാണ് വിവരം. അധികമായുള്ള 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. കൂടുതൽ വാർത്തകൾ അറിയാൻ മനോരമ online.com സന്ദർശിക്കുക.